ഒരാഴ്ചയും കൂടെ കഴിഞ്ഞോട്ടെ നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും പരിഹാരം ഉണ്ടാകും. ഒരാഴ്ച കാത്തിരിക്കും. അടുത്ത ആഴ്ച ഈ നേരമാകുമ്പോ കുട്ടി ആണാണോ പെണ്ണാണോ രാത്രിയിലെ പകരുമില്ല പോകും. അപ്പൊ ഇത്രയും 10 വർഷം തുറന്നിട്ടില്ലാത്തതുകൊണ്ട് ഏതായാലും അടുത്ത ആഴ്ച നേരത്തെ ഒഴിഞ്ഞു പോകല്ലോ. പറഞ്ഞ പോലെ ബാധ കഴിയുമ്പോൾ തെങ്ങിന്റെ മണ്ണയും കൊണ്ട് പോകാന്ന് പറഞ്ഞ പോലെ വൈദ്യുതിയും കൊണ്ടുപോകുന്ന ഏർപ്പാട് കാണുന്നത് കുറെ നാളായിട്ട് വൈദ്യുതി ഒരു കിട്ടാക്കിനിയായി മാറി. ഞങ്ങൾക്ക് വിജയത്തിൽ സംശയമൊന്നുമില്ല, ഉറപ്പായിട്ടില്ല. പല നേതാക്കളും PR പത്രപരസ്യം കൊടുക്കുന്നു. ജയമിന്റെ ഇതുവരെ കണ്ടില്ല. ഞാൻ ഇതിലേക്കൊന്നും ഞാനൊരു പങ്കാളിയല്ലായിരുന്നു. ഈ KPCCയുടെ നിർദ്ദേശം വന്നിട്ട് പ്രധാന നേതാക്കളുടെ PR നടക്കുകയാണ്. അല്ല, അതെന്താ അറിയോ, ചിലപ്പോ ഈ ഒരു ഒഴിവ് കാലത്തെ കുറച്ച് ജനങ്ങൾക്കൊരു എന്താ പറയേണ്ട ഒരു മൂഡൗട്ട് ആവാൻ പാടില്ല. പ്രത്യേകിച്ച് തൃശ്ശൂർ പൂരത്തിൽ ഇത്തവണ വെടിക്കെട്ട് ഉണ്ടായില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അല്പം ചില വെടിക്കെട്ട് ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചായിരിക്കും. പക്ഷെ അതൊന്നും പരിധി വിടില്ല. മന്ത്രി അന്നുണ്ടായത് ഏതായാലും ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ മന്ത്രി സത്യം മനസ്സിലാക്കി. കാരണം ഇനിയിപ്പോൾ ജനങ്ങളുടെ കൂടെ കഴിയണമല്ലോ. അതുകൊണ്ടാണ് ഇതുവരെ മന്ത്രി ആയതുകൊണ്ട് പ്രൊട്ടക്ഷനൊക്കെ ഉണ്ടായിരുന്നു. അടുത്ത ആഴ്ച പോലെ അത് ഇല്ലാതെ മനസ്സിലായപ്പോൾ സത്യം പറയാതോ. സ്പീക്കർ 2 ആഴ്ചയും കൂടെ കഴിഞ്ഞിട്ട് പറഞ്ഞോട്ടെ. കാരണം ഇപ്പൊ സ്പീക്കർ, അതുകൊണ്ട് ആ പദവിനെ ബഹുമാനിക്കണം. 2 ആഴ്ച കഴിഞ്ഞാൽ അദ്ദേഹം സ്പീക്കറല്ല. അന്ന് പറയേണ്ട കാര്യങ്ങൾ ഇന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ്സുകാർ ആക്രമിച്ചു, അതൊരു സ്പീക്കർ പറയാൻ പറ്റും. അത് കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഇന്ന് പറഞ്ഞ ആയുധം കൊണ്ടല്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇന്ന് ചില ചാനലിൽ അന്ന് പറഞ്ഞു ഇന്ന് പറഞ്ഞ് ഇത് കാണിക്കുന്നു. രണ്ടും അന്ന് ആയുധം കൊണ്ട് ആക്രമിച്ചത് പരസ്യമായിട്ട് പറഞ്ഞു. ഇന്ന് പറയാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പണ്ട് ഈ പ്രിന്റ് മീഡിയ മാത്രമുള്ളപ്പോൾ ഞങ്ങളും സൗകര്യം പോലെയൊക്കെ കണ്ട് പറഞ്ഞ അല്ലാന്നൊക്കെ പറയാം. ഇപ്പൊ വിഷ്വൽ മീഡിയ ഉണ്ട് എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കും. മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് മുസ്ലിം ലീഗിനുള്ളിൽ ചില ചർച്ചകൾ നടന്നു. ഒരാഴ്ചയും കൂടെ കഴിഞ്ഞോട്ടെ നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും പരിഹാരം ഉണ്ടാകും. ഒരാഴ്ച കാത്തിരിക്കും. അടുത്ത ആഴ്ച ഈ നേരമാകുമ്പോ കുട്ടി ആണാണോ പെണ്ണാണോ